ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു +2 ഹിസ്റ്ററിയുടെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ +1 +2 എക്സാമിന് ആവശ്യപ്പെട്ട എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ വൈസ് വീഡിയോസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തിരിച്ച സൂചിപ്പ നിങ്ങളിലേക്ക് എത്തിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക്. ബ്രിക്സ്, ബീറ്റ്സ് ആൻഡ് ബോൺസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ്. ചൂട് നൽകിയിരിക്കുന്ന സൂചകങ്ങൾ അടിസ്ഥാനമാക്കി ഹാരപ്പൻ സിവിലൈസേഷന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, അതുപോലെ സിറ്റാഡൽ എങ്ങനെയാണ്, അതുപോലെ മോഹൻജദാരോ ഒരു പ്ലാൻഡ് അർബൻ സെന്റർ എന്ന നിലയിൽ എങ്ങനെയാണ്, അവിടുത്തെ സീൽസ് ആൻഡ് സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻഡസ് വാലി പീപ്പിൾ വെയർ എക്സലന്റ് ഇൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ടു സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആൻ എസ്സേ. അതായത് ഇൻഡസ് വാലിയിലെ ജനങ്ങൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനിൽ എക്സലന്റ് ആണ്, മികച്ച നിലവാരത്തിലാണ് അവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്തെല്ലാമാണെന്ന് ഉൾപ്പെടുത്തിയിരിക്കണം, അവിടുത്തെ പ്രൊക്യൂർഡ് മെറ്റീരിയൽസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷന്റെ സെന്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചു വേണം എഴുതേണ്ടത്. ഇതും 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആണ് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ചൂട് നൽകിയിരിക്കുന്നത് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അശോകാസ് ദമ്മ. അശോകാസ് ദമ്മ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ എവിഡൻസിന്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചെഴുതേണ്ടതാണ്. ഇതും 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സവിശേഷതകൾ, പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അവരുടെ പ്രധാനപ്പെട്ട 5 പൊളിറ്റിക്കൽ സെന്റേഴ്സ് എന്തെല്ലാമാണ്, അവരുടെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അശോകാസ് ദമ്മ പോളിസി, അശോകയുടെ ദമ്മ പോളിസി നയം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡിഡ് മഗധ ബിക്കം ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദ 16 മഹാജനപദാസ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ റൈസ് ഓഫ് മഗധ. അതായത് എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും പവർഫുൾ ആയിട്ട് വന്നത്, 16 മഹാജനപദാസിനിടയിൽ എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉയർന്നു വന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ഘടകങ്ങളാണ് മഗധയുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ, കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ എലമെന്റ്സ് ടു ബി കൺസിഡർഡ് ബൈ ഹിസ്റ്റോറിയൻസ് വൈൽ ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ് ലൈക്ക് മഹാഭാരത. മഹാഭാരത പോലുള്ള ടെക്സ്റ്റ് ചരിത്രകാരന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം എലമെന്റ്സ് ആണ്, എന്തെല്ലാം ഘടകങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടതെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ 4 വർണ്ണാസ് മെൻഷൻഡ് ഇൻ ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ്. എക്സ്പ്ലെയിൻ ദിയർ ഐഡിയൽ ഒക്യുപ്പേഷൻസ്. അതായത് ധർമ്മസൂത്രയിലും ധർമ്മശാസ്ത്രത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 വർണ്ണങ്ങൾ എന്തെല്ലാമാണെന്നും അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാരേജസ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതായത് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ തരത്തിലുള്ള മാരേജസ്, വിവാഹങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ജെൻഡർ ആൻഡ് വർണ്ണ ഡിറ്റർമൈൻ ആക്സസ് ടു പ്രോപ്പർട്ടി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതായത് പ്രാചീന ഇന്ത്യയിൽ അവരുടെ പ്രോപ്പർട്ടിയിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള ആക്സസ് ജെൻഡറിന്റെ ബേസിലും വർണ്ണയിലെ ബേസിലും എങ്ങനെയായിരുന്നെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ, തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധാസ് ഫസ്റ്റ് സ്പീച്ച് ഒക്കേർഡ് ഇൻ സാരാനാഥ് നിയർ വാരണാസി. ഹി ടോക്ഡ് അബൌട്ട് ദ എസെൻഷ്യൽസ് ഓഫ് ലൈഫ്. According to him, sorrow is one of the fundamental truth of life. Describe his analysis of sorrow and remedies of the same. അതായത് ബുദ്ധന്റെ ആദ്യ സ്പീച്ച് നടക്കുന്നത് വാരണാസിക്ക് അടുത്തുള്ള സാരനാഥിലാണ്. അദ്ദേഹം സംസാരിച്ചത് ജീവിതത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ദുഃഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന സത്യമായി തന്നെ മാറുകയാണ്. ദുഃഖത്തെ പറ്റി അല്ലെങ്കിൽ സോറോയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, describe the efforts made by ഷാജഹാൻ ബീഗം and സുൽത്താൻ ജഹാൻ ബീഗം to preserve സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഷാജഹാൻ ബീഗവും അതുപോലെ സുൽത്താൻ ജഹാൻ ബീഗവും നടത്തിയ ശ്രമങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആൻഡ് സെൻട്രൽ ടീച്ചിങ്സ് ഓഫ് ജൈനിസവും. ജൈനിസവും ബുദ്ധവും നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ മഹായാന ബുദ്ധിസം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. മഹായാന ബുദ്ധിസം എന്താണെന്നും മഹായാന ബുദ്ധിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ സ്തൂപ. സ്തൂപയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഘടന എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബുദ്ധസംഘ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് ബുദ്ധസംഘയെന്നും ബുദ്ധസംഘയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഡിസ്ക്രൈബ് ദ ട്രാവൽ എക്സ്പീരിയൻസ് ഓഫ് ഇബൻ ബത്തൂത്ത ഓൺ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലൂടെയുള്ള ഇബൻ ബത്തൂത്തയുടെ യാത്രാ അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡിഡ് ഇബൻ ബത്തൂത്ത ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് വുമൻ ആൻഡ് സ്ലേവ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ അടിമത്തവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥയും ഇബൻ ബത്തൂത്ത എങ്ങനെയാണ് വിവരിച്ചതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് നെയിം ദ ബുക്ക് ഓഫ് അൽബറൂണി ആൻഡ് ഡീറ്റെയിൽ ഹൗ ഇറ്റ് റെപ്രസെന്റ്സ് മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. അൽബറൂണിയുടെ പുസ്തകം ഏതാണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ പറ്റി വിവരിച്ചിരിക്കുന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ ഭക്തി സൂഫി ട്രഡീഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ എയർലി ഭക്തി ട്രഡീഷൻസ് ഓഫ് സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭക്തി ട്രഡീഷൻസ് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് കഴിഞ്ഞ വർഷവും ചോദിച്ചൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക. കർണാടകയിലെ വീരശൈവയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ സൂഫീസ്, അനലൈസ് ദ മേജർ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ക്യാരക്ടറൈസ് സൂഫിസം ആൻഡ് ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സൂഫീസ് ആൻഡ് ദ സ്റ്റേറ്റ്. എന്താണ് സൂഫീസ്, അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ ആചാരങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയിലും സൂഫിസവുമായിട്ടുള്ള ബന്ധം എന്തെല്ലാമാണ്, റിലേഷൻഷിപ്പ് എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ഹിസ്റ്ററിയുടെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂട് ഡിസ്ക്രിപ്ഷനോ അതുപോലെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.